KTU 2019 സ്കീം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ S3 സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഡിവൈസസ് മൊഡ്യൂൾ 3യുടെ പേരാണ് പറയാൻ പോകുന്നത് കേട്ടോ. മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്. മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെമി കണ്ടക്ടറും അതിന് ഇതൊരു മെറ്റൽ കൊടുക്കും, എന്നിട്ടാണ് ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. അതിനാണ് നമ്മൾ മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതായത് നോർമലി നമ്മളൊരു P ടൈപ്പും N ടൈപ്പും യൂസ് ചെയ്തിട്ടാണ് PN ജംഗ്ഷൻ ഫോം ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മളൊരു സെമി കണ്ടക്ടറും പിന്നെ എടുക്കുന്നത് മെറ്റലായിരിക്കും. ആ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ P ടൈപ്പ് എടുക്കാം, അല്ലെങ്കിൽ എന്തെടുക്കാം, N ടൈപ്പ് എടുക്കാം. ഇപ്പോൾ P ടൈപ്പാണ് എടുക്കണമെങ്കിൽ മെറ്റൽ P ടൈപ്പ് സെമി കണ്ടക്ടറും, N ടൈപ്പ് ആണെങ്കിൽ മെറ്റൽ N ടൈപ്പ്, അങ്ങനെ 2 ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാംസ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ മെറ്റൽ P ടൈപ്പ് സെമി കണ്ടക്ടർ. ഇത് തന്നെ 2 ടൈപ്പ് കോണ്ടാക്റ്റ് ആണുള്ളത്. ഒന്ന് റെക്ടിഫിക്കേഷനും പിന്നെ ഒന്ന് ഓമിക്. നമ്മൾ ഈ ഫൈ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഫംഗ്ഷനാണ്. വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽ ലെസ് ദാൻ സെമി കണ്ടക്ടർ വർക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ അത് റെക്ടിഫൈങ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇനി മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ സെമി കണ്ടക്ടറിൻ്റെ വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഓമിക്കായിട്ട് ആക്ട് ചെയ്യും. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് സ്വിച്ചിങ് ആയിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഓൺ ആവും, പെട്ടെന്ന് തന്നെ ഓഫ് ആവും, അങ്ങനെ. ഓമിക് എന്ന് നമ്മുടെ നോർമൽ PN ജംഗ്ഷൻ്റെ കോണ്ടാക്ട്, അതിനാണ് എന്ത് പറയുന്നത്, ഓമിക്. അതൊക്കെ ഓൾറെഡി നമ്മൾ പ്രീവിയസ് മോഡൽ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഞാനത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉള്ളതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാംസ് ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അത് പഠിച്ചു വയ്ക്കണം. ഇത് 5 മാർക്ക് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ തന്നെ മെറ്റൽ N ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ആണ്. അപ്പോൾ കണ്ടീഷൻസ് നേരെ ഓപ്പോസിറ്റ്. അതായത് മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ സെമി കണ്ടക്ടറിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റെക്ടിഫിക്കേഷനും, ലെസ് ദാൻ ആണെങ്കിൽ ഓമിക്കായിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ടിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാംസ് ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി മെറ്റൽ N ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഷോർട്ട് കീ കോണ്ടാക്ട്. നമ്മൾ നോർമലി ഒരു PN ജംഗ്ഷൻ എടുക്കുമ്പോൾ 0.7 ഒക്കെയാണ് ഇലക്ട്രോൺ വോൾട്ട് കൊടുക്കുമ്പോഴേക്കാണ് അയാൾ ഓൺ ആവുക. പക്ഷേ ഷോർട്ട് കീ ആണെങ്കിൽ അതിന് മുമ്പ് എന്തുണ്ടാവും, ഓണാവും, അതുപോലെ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓണാവും, പെട്ടെന്ന് തന്നെ ഓഫ് ആവും. അങ്ങനെ ഫാസ്റ്റ് സ്വിച്ചിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് മെറ്റൽ N ടൈപ്പ് ഷോർട്ട് കീ കോണ്ടാക്ട്. ഓക്കെ, ഇനി അടുത്ത ജസ്റ്റ് ഷോർട്ട് കീയും നമ്മുടെ സാധാ PN ജംഗ്ഷൻ ഡയോഡ് നമ്മളുടെ കമ്പാരിസൺസ് ആണ് ലിസ്റ്റ് ഔട്ട് ഉള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഒരു 4-5 പോയിന്റ്സ് പഠിച്ചു വയ്ക്കും. അടുത്തത് ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് വർക്ക് ഫംഗ്ഷനാണ്. നമ്മളോട് ഒരു എനർജി ബാൻഡ് ഡയഗ്രാമാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊരു വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ്, ഇതൊക്കെ അറിയുന്നതല്ലേ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡൽ പഠിച്ചാണ് കേട്ടോ ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പോൾ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ, ഫെർമി ലെവൽ, ഇൻട്രിൻസിക്, ഇതൊക്കെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ് നമ്മളുടെ ഗ്യാപ്പിനാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് വാക്വം ലെവലിലേക്ക് എത്താനായിട്ട് നമ്മൾ എത്രത്തോളം വർക്ക് അവിടെ അപ്ലൈ ചെയ്യും, അതാണ് അതിന് എക്സ് പോലെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് ഇലക്ട്രോൺ അഫിനിറ്റി. ഇനി സെയിം തന്നെ ഫെർമി ലെവലിൽ നിന്ന് വാക്വം ലെവലിലേക്ക് ചാർജ് ഏരിയസിന് എത്താനായിട്ട് നമ്മൾ കൊടുക്കേണ്ട വർക്ക് ഫംഗ്ഷനാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, φs, അതാണ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അത് ഓരോ ടേമുകൾ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്താണ് ഏർലി എഫക്റ്റ്. ഏർലി എഫക്റ്റ് അഥവാ ബേസ് വിത്ത് മോഡുലേഷൻ ഓർ ബേസ് നാരോയിങ് ആണ് കേട്ടോ. നമ്മൾ ഫോർവേഡ് ബയസിങ്, റിവേഴ്സ് ബയസിങ് ഒക്കെ പ്രീവിയസ് മോഡൽ പഠിച്ചല്ലേ ക്ലാസ്സിൽ. ഇവിടെ നമ്മൾ റിവേഴ്സ് ബയാസിങ്ങിനനുസരിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിലേക്ക് റിവേഴ്സ് ബയസിങ് കൊടുക്കുകയാണ്. ഏതിനെ ക്രോസ്, ബേസിനും കളക്ടറിന് ക്രോസ്. അപ്പോൾ റിവേഴ്സ് ബയസിങ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഡിപ്ലീഷന് വിട്ട് കൂടി വരും. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു. അപ്പോൾ ഡിപ്ലീഷൻ വിട്ട് അവിടെ കൂടുമ്പോൾ ബേസിൻ്റെ വിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടോ, കുറയും. ആ ബേസിൻ്റെ വിട്ട് കുറയുന്നതിന് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഏർലി എഫക്റ്റ് അഥവാ ബേസ് നാരോയിങ്, അതും അല്ലെങ്കിൽ ബേസ് വിട്ട് മോഡുലേഷൻ. ഇതും തിയറി ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചു വയ്ക്കണേ. പിന്നെ നമ്മളിവിടെ ഇതിൽ യൂസ് ചെയ്യുന്ന കറൻറ്റ് കമ്പോണൻസ്, ട്രാൻസിസ്റ്ററിൽ യൂസ് ചെയ്യുന്ന കറൻറ്റ് കമ്പോണൻസ് ഓരോന്ന് എന്താണെന്നുള്ളതാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ ടേം എന്താണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ട് IPE എന്ന് പറഞ്ഞാൽ എമിറ്ററിലെ ഹോൾ കറൻറ്റ്, INE എന്ന് പറഞ്ഞാൽ എമിറ്ററിലെ ഇലക്ട്രോൺ കറൻറ്റ്. നിങ്ങൾ ആ രണ്ടാമത്തെ ടേം കണ്ടു. ആ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് എമിറ്ററാണോ ബേസ് ആണോ കളക്ടറാണോ അതിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ആൾ P അല്ലെങ്കിൽ N, അത് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾ. പിന്നെ ഒരു IRB ഉണ്ടില്ല. IRB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിലുണ്ടാകുന്ന റീകമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് കണ്ടു ഒരു ICBO. CO എന്ന് പറയുന്ന ആൾക്കാർ ലീക്കേജ് കറണ്ട്, ICBO അല്ല വന്നേക്കാൻ, അതായത് ബേസിലുണ്ടാകുന്ന ലീക്കേജ് കറണ്ട്. അവിടെ വേണമെങ്കിൽ E വരാം, അല്ലെങ്കിൽ C വരാം. E ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് എമിറ്ററിൽ ഉണ്ടാകുന്ന ലീക്കേജ് കറണ്ടും, C ആണെങ്കിൽ അത് കളക്ടറൽ ലീക്കേജ് കറണ്ട്. അങ്ങനെ ഇതാണ് ഇത് നമ്മൾ പഠിക്കുന്ന ബേസിക് കറണ്ട് കമ്പോണൻസ്. പിന്നെ ടെർമിനൽ കറണ്ടിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ ഡെറിവേഷനൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ.